എൻ്റെ പേര് അനിത എന്നാണ്. അനിത താമരാക്ഷൻ. വൈക്കത്ത് നിന്നാണ് വരുന്നത്. സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വന്നതല്ല. എൻ്റെ അനിയൻ്റെ ഭാര്യ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി. സെപ്റ്റംബർ 3-ാം തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ ആത്മഹത്യ ചെയ്യാനിരിക്കുകയായിരുന്നു. സെപ്റ്റംബർ 2-ാം തീയതി എൻ്റെ മക്കളാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ആത്മഹത്യ ചെയ്യാം അമ്മച്ചി. പക്ഷെ എനിക്ക് ചേട്ടന് ഞങ്ങൾ വിഷമൊക്കെ മേടിച്ച് വെച്ചായിരുന്നു 2-ാം തീയതി തന്നെ. ഞാനും പിള്ളേരും തയ്യാറെടുത്തു. എനിക്ക് ചേട്ടന് വിഷം കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിള്ളേർ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാം അമ്മച്ചി, അച്ചായിക്ക് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം കൊച്ചിൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വന്നു, നമുക്ക് ഇന്ന കൃപാസനത്തിൽ പോകാം എന്ന്. അപ്പോൾ എൻ്റെ മൂത്ത മോൻ പറഞ്ഞു, അമ്മച്ചി നമ്മുടെ അവസാനത്തെ ഒരു വഴിയാണെങ്കിലോ നമുക്ക് ഒന്ന് അവിടെ പോയി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു പോകാം. പക്ഷെ വരാനുള്ള പൈസ പോലും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പം അനിയത്തിയോട് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഒന്നും ഇല്ല. അപ്പം അനിയത്തി പറഞ്ഞു നിങ്ങൾ പോര്, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നിന്ന് ഒറ്റപ്പെട്ട് മനസ്സ് മരവിച്ച് ഭൂമിയിലെ നരകം എന്താണെന്ന് മുഴുവൻ 11 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു തീർത്തു. ആ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ ബ്രെയിൻ ഹെഡ് ഇഞ്ചറി ആയിരുന്നു. അതൊക്കെ പിള്ളേർ കുഞ്ഞതായിരുന്നു. ആദ്യത്തെ ഒരു വർഷം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയായിരുന്നു. എനിക്ക് ഈ പിള്ളേരായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ നരകയാതനകളും, ഭൂമിയിൽ എന്തോരം നരകങ്ങളുണ്ട് അതെല്ലാം ഞാൻ അനുഭവിച്ചു. ലാസ്റ്റ് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി. എന്താണെന്ന് വെച്ചാൽ ചേട്ടനെ ഹോസ്പിറ്റലിലാകും തോറും ഞങ്ങൾ കടക്കെണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലുകളിലെ ബില്ലുകളും താങ്ങാനാവാത്ത വിധം ഞാൻ പലിശക്ക് പൈസ എടുത്ത ചേട്ടനാ. എന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ ചേട്ടന് വയ്യാതെ വരുമ്പോൾ വേറെ രക്ഷയില്ല. പലിശക്കാരിൽ നിന്ന് പൈസ കടം മേടിച്ചാണ് ചേട്ടനെ ഞാൻ രക്ഷിച്ചത്. അപ്പോഴത്തേക്കും എനിക്ക് 7 ലക്ഷം രൂപയോളം ഈ സെപ്റ്റംബർ വരെ എനിക്ക് കടമുണ്ട്. 7 ലക്ഷം രൂപ എന്ന് വെച്ചാൽ സഹായിക്കാനുള്ളവർ മൊത്തം സഹായിച്ചു നമ്മളെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നടന്നു. മൂത്ത ആൾക്ക് ബാംഗ്ലൂരാണ് പഠിക്കണത്, അനസ്തേഷ്യ ഓപ്പറേഷൻ. അപ്പം വിദ്യാഭ്യാസ ലോണൊന്നും കിട്ടിയിരുന്നില്ല. അനിയത്തിമാർ സഹായിച്ച് സ്വർണം തന്നാണ്, സ്വർണ്ണമൊക്കെ ഗോൾഡൊക്കെ പണയം വെച്ച് പോയി. പക്ഷേ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ചു 3.5 ലക്ഷം രൂപ. സെക്കൻഡ് ഇയർ ആയപ്പം സെക്കൻഡ് ഇയറിലെ പരീക്ഷ എഴുതണമെങ്കിൽ ഫീസ് അടക്കണം. അപ്പോൾ കൊച്ചു 3 മാസം മുമ്പ് നാട്ടിലേക്ക് വന്നു. ഫീസ് അടക്കാൻ പറ്റിയില്ല. അപ്പോൾ കൊച്ചിനോട് എല്ലാവരും ചോദ്യം എന്തേ വന്നിട്ട് അപ്പോൾ കൊച്ചെന്തോ തെറ്റ് ചെയ്തിട്ടാണ് വന്നെന്ന. കൊച്ചും മാനസികമായിട്ട് തളർന്ന്. അപ്പോൾ കൊച്ചാണ് എന്നോട് പറഞ്ഞ ഓരോ ദിവസം ഞങ്ങൾ എഴുന്നേൽക്കണം, കടക്കാർ പലിശക്കാർ വിളിക്കണമാണ്. അപ്പോൾ ഫോണിൽ കൂടി എല്ലാവരും എന്നെ കടക്കാരെല്ലാവരും അനാശം പറയുന്നത് എൻ്റെ മക്കൾ കേട്ടുകൊണ്ടാണ്. അപ്പം ഞാൻ കരയാൻ തുടങ്ങും. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴത്തേക്ക് വീഴാൻ എൻ്റെ മക്കൾ എന്നെ അനുവദിച്ചിട്ടില്ല. എൻ്റെ മക്കൾ പറഞ്ഞത് അമ്മച്ചി ഞങ്ങളുടെ മുന്നിൽ കരയരുതെന്ന്. പക്ഷേ ഇന്നെനിക്ക് കരയാൻ കണ്ണുനീരില്ല. എൻ്റെ മക്കളുടെ മുന്നിൽ ഞാൻ കരയാറില്ല. എൻ്റെ മക്കളാണ്. എൻ്റെ മക്കളുടെ ഒരാവശ്യങ്ങളും എന്നോട് ഇന്നൊരു അമ്മച്ചി ഇന്നത് വേണമെന്ന്. എൻ്റെ ചേട്ടന് വയ്യാണ്ട് വന്നിട്ട് അമ്മച്ചി ഞങ്ങൾക്ക് ഇന്ന ഡ്രസ്സ് വേണം, അല്ലെ മറ്റുള്ള പിള്ളേരിപ്പം ഇന്നത് വേണമെന്ന് പറഞ്ഞ് എൻ്റെ മക്കളെന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആ മക്കളെന്ന ഈശോയ്ക്ക് ഞാൻ ഹൃദയം എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രത്തോളം എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. എൻ്റെ മക്കളില്ലെങ്കിൽ ഞാനില്ലായിരുന്നു. എന്നെ ആത്മഹത്യ ചെയ്തേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ മക്കളുടെ മുന്നിലാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കൂപ്പുന്നത്. അതിൽ എൻ്റെ മാതാവ്. പക്ഷേ ആ സെപ്റ്റംബർ 2-ാം തീയതി എൻ്റെ മകൻ ഞാൻ പറഞ്ഞു പോകണ്ട, നമുക്കെങ്ങും പോകണ്ട, ഇനി അമ്മച്ചിക്ക് പോകാനൊരിടവും ഇല്ല. അമ്മച്ചിയുടെ ജീവിതത്തിലെ എല്ലാ ഇതും മനസ്സ് മരവിച്ചു. അമ്മച്ചിക്ക് ആരോടും പ്രാർത്ഥിക്കാനില്ല. സൃഷ്ടിച്ച ദൈവം തന്നെയാണ് നമുക്ക് ഈ ദുഃഖങ്ങൾ തന്നത്. പിന്നെ ആ ദൈവത്തോട് നമ്മൾ ഇനി എന്ത് പ്രാർത്ഥിക്കാനാണ്? അതാണ് എൻ്റെ മനസ്സിൽ.
ആ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ഇത് കഷ്ടപ്പാട് കാണാൻ പറ്റിയില്ല. ആ ദൈവത്തിനെ ഇനി നമ്മൾ ഈ ഭൂമിയിലെ ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടല്ലോ, ആ ശക്തിനെ ഇനി ഏത് ശക്തിനെയാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, പോകാൻ അമ്മച്ചി, പോകാൻ അമ്മച്ചി. അപ്പോൾ രാവിലെ വരെ എനിക്ക് മനസ്സില്ലായിരുന്നു പോരാ. കൊച്ചി യാത്രയായി, ഞാനും യാത്രയായി. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം, ഇവിടുത്തെ എന്താണ് പ്രാർത്ഥനകളൊന്നോ, വെറുതെ ഒന്ന് എൻ്റെ അനിയത്തി വിളിച്ചു, അവൾക്കൊരു വിഷമാകണ്ട, അയ്യോ ചേച്ചി വരാതിരിക്കുമ്പോൾ അവൾക്കൊരു വിഷമാകണ്ടെന്ന് കരുതി ഞാൻ വന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റി. ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 3-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് എനിക്ക് പണിയൊന്നുമില്ല. കോവിഡ് വന്നപ്പം ചേട്ടനും മാനസികമായിട്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, മറവിയിലേക്കായി തുടങ്ങി. അതാണ് എന്നെ ഏറ്റവും വലിയ തളർത്തിയത്. ചേട്ടന് മറവി വന്നപ്പോൾ പിന്നെ ചേട്ടൻ്റെ കാര്യങ്ങളുകൂടി എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാനും ഒരു മാനസിക ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒക്കെ എത്തി. അപ്പോഴത്തേക്കും ഇതിൽ നിന്നെല്ലാം നല്ലത് ആത്മഹത്യ തന്നെയാണെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ സെപ്റ്റംബർ 3-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ല. ആ വെള്ള പേപ്പർ ആ ക്ലാസ്സിൽ പോയിരുന്നു നിയോഗങ്ങൾ എഴുതാൻ പറഞ്ഞു. ഫസ്റ്റ് എൻ്റെ നിയോഗം എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസം തന്നെയായിരുന്നു. സെക്കൻഡ്, ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു, ഓടിട്ട വീടായിരുന്നു പഴയത്. അത് ഒരു പ്രളയം വന്നപ്പോൾ ആ പ്രളയകാലത്ത് വീണ് തന്നെ ഇങ്ങനെ നിലമ്പൊത്തിപ്പോയി. വെറുതെ ഒരു പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അതിൽ ഞങ്ങളൊരു മുറി ഒരു അടുക്കളയായിട്ട് ജീവിക്കുകയായിരുന്നു. ചുറ്റിനും സഹായിക്കാനുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട്. എൻ്റെ ആൾക്കാരെല്ലാം കാശുകാരാണ്. എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ അത്ര പൈസയൊന്നും ഇല്ലാത്തവരാണ്. പിന്നെ ചേട്ടൻ്റെ അനിയന്മാരും എന്നെ സഹായിക്കാൻ എനിക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ആൾക്കാരുടെ അടുത്ത് ആരുടെ അടുത്തും പോയിട്ടില്ല. അവർക്ക് പൈസ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് അതെൻ്റെ മനസ്സിൻ്റെ ഇതായിരിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്നൊക്കെ ചിന്തിച്ചത് എൻ്റെ മക്കളുടെ തല ആരുടെ മുന്നിൽ, എൻ്റെ ചേട്ടന് വയ്യെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ മക്കളുടെ തല ആരുടെ മുന്നിൽ താഴരുത്, അതാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പണിയൊന്നുമില്ലായിരുന്നു. എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കമ്പനിയിലുണ്ടായിരുന്ന പണി പോയി. അത് കഴിഞ്ഞപ്പം ഈ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ വഴി വെച്ച് കണ്ട്. അപ്പോൾ കൂട്ടുകാരൻ ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ്, കോപ്പറേറ്റീവ് ബാങ്കിൽ. അപ്പോൾ അവൻ എന്നോട് ഒരു ഡെപ്പോസിറ്റ് സ്കീം ചേരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡെപ്പോസിറ്റ് സ്കീമൊന്നും ചേരാനുള്ള സാഹചര്യം ഇല്ല, പൈസ ഇല്ല. പക്ഷേ അവൻ അതൊന്നും വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് പോയി. ഫോൺ നമ്പറിൽ അടുത്ത ഞായറാഴ്ച അവൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ നിൻ്റെ വീടിൻ്റെ അടുത്തെത്തി, എനിക്ക് വീടിൻ്റെ അടുത്തെത്തി, നിൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞാൽ തരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു, കണ്ടു, സംസാരിച്ചു. പക്ഷേ ഞാൻ ജീവിക്കുന്ന സാഹചര്യം കണ്ടപ്പോൾ അവൻ കരഞ്ഞാണ് ശരിക്കും പോയത്. എന്ന് വെച്ചാൽ 1 തൊട്ട് 10 വരെയും പഠിച്ച എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. അവരെല്ലാം വിളിക്കാൻ പറയുകയും ചെയ്തു. ഇന്നുവരെ അവരോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എൻ്റെ കൂട്ടുകാരെ ഞാൻ അറിയിച്ചിട്ടില്ലായിരുന്നു. ആൺകുട്ടികളും ഉണ്ടായിരുന്നു, പെൺകുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊഴിച്ച് എല്ലാവർക്കും ജോലിയായി. അപ്പം ഞാൻ അവരുടെ മുന്നിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയാതെയായി. പക്ഷെ അവൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അത് കർത്താവ് അവനിലൂടെ, മാതാവാണ് ശരിക്കും അവനിലൂടെ എന്നിലെത്തിയത്. മാതാവ് തന്നെയാണ് അത്. ഈ പ്രപഞ്ചത്തോടാണ് എനിക്ക് പറയേണ്ടത്. എന്നുവെച്ചാൽ അതെന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥനകളൊന്നും മുടക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചേട്ടൻ എന്നെ കളിയാക്കുമായിരുന്നു. കളിയാക്കിയെങ്കിലും 2-3 ദിവസം കളിയാക്കിയെങ്കിലും പക്ഷെ എൻ്റെ ചേട്ടനും അതിനോട് കൂടി ചേർന്ന് ഞാൻ പണിയും കഴിഞ്ഞു വന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പണി ശരിയാ, ക്ലീനിങ് ആണ്, വീട്ടുപണിയായിരുന്നു. പക്ഷേ എൻ്റെ കടബാധ്യത അറിഞ്ഞ് അവൻ എൻ്റെ കൂട്ടുകാർ വഴി എനിക്കൊരു ക്ലീനിങ് വീട്ടുപണി ശരിയാക്കി തന്നു. പക്ഷെ ഞാൻ ചെന്ന വീടുകളെല്ലാം ഈശോയുടെ ഭവനങ്ങളായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ, ഞാൻ ചെല്ലണ ഭവനങ്ങളെല്ലാം ഈശോയുടെ ഭവനങ്ങളായിരുന്നു. അവിടെ നല്ല ഹൃദയമുള്ള മനുഷ്യരായിരുന്നു. എനിക്ക് പണിയെടുക്കാൻ സമയമില്ലാത്ത എന്ന് വെച്ചാൽ 2 മണിക്കൂർ വീതം പണിയെടുത്താൽ മതിയായിരുന്നു ഓരോ വീട്ടിലും. അവിടെ നിന്നെല്ലാം ഓടി ഓടി ഞാൻ പണിയെടുത്ത് എൻ്റെ കടങ്ങളിൽ നിന്നും എനിക്കൊരാശ്വാസം കിട്ടി. അപ്പോഴത്തേക്കും ഒക്ടോബർ 20 ആദ്യത്തെ മാസമെത്തി. ഒക്ടോബർ 3-ാം തീയതി ആയപ്പം
എനിക്ക് പണിയായി. പണിയെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കൊക്കെ ജീവിക്കണമെന്നുള്ളൊരു താല്പര്യം തുടങ്ങി അവിടുന്ന്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ വന്നത് ആ സെപ്റ്റംബർ 3-ാം തീയതി കഴിഞ്ഞ അടുത്ത ഞായറാഴ്ച എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ഞായറാഴ്ച എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് എൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് അവരോടും പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അവരെല്ലാം എനിക്കൊരു വീടുമായിട്ടാണ് എൻ്റെ മുന്നിലെത്തിയത്. എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസം അതെല്ലാം അവർ ആദ്യം എന്നോട് പറഞ്ഞു, നിൻ്റെ മോനെ പഠിക്കാൻ വിടട്ടെ, അത് കഴിഞ്ഞ് നിനക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊന്നും പറയാനില്ലായിരുന്നു അതിൽ. പക്ഷേ അതിന് മുപ്പാട് തന്നെ ഞാൻ ഈശോയുടെ ഒരു വീട്ടിൽ എൻ്റെ ടിജിത മാമെന്ന് പറയും മാമിനോട് ഇങ്ങനെ പറഞ്ഞു, മാം ഫീസ് അടക്കാൻ എനിക്ക് കൊച്ചു വീട്ടിൽ നിൽക്കുവാണ്. മാം വിശേഷം തിരക്കിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കൊച്ചു സെക്കൻഡ് ഇയർ ആയി, മാം ഫീസ് അടച്ചിട്ടില്ല. അപ്പം മാം പറഞ്ഞു, അനിത കൊച്ചിൻ്റെ ഇതൊക്കെ ഫോണിലൂടെ ഇടെന്ന് പറഞ്ഞു. പക്ഷേ മാം പറഞ്ഞെങ്കിലും മാം സഹായിക്കില്ല എന്ന ഒരു ഇതിൽ ഇരുന്നു. പക്ഷേ മാം തന്നെ എന്നോട് ഞാൻ ചോദിച്ചു, അനിത എന്താ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒന്നും പറയാത്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാം എന്നോടൊന്നും തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് മാം സഹായിക്കില്ലെന്ന്. അപ്പം പിറ്റേ ഒരു ദിവസമേ മാമിൻ്റെ ഫോണിലൊക്കെ ഞാൻ ഇട്ടുള്ളൂ. പക്ഷേ എൻ്റെ കൊച്ചിന് 3 ദിവസം കൊണ്ട് തന്നെ 1,70,75,000 രൂപ ഫീസ് വേണമായിരുന്നു. ആ 3 ദിവസം കൊണ്ട് 1,70,75,000 രൂപയും ആ മാം തന്നു. എൻ്റെ കൊച്ചിനെ കയറ്റിവിട്ടു. എൻ്റെ കൊച്ചിന് പഠിക്കാനുള്ള ഡ്രസ്സുകളും എല്ലാം ആ മാം തന്നു. പക്ഷേ ആ മാമിലൂടെ ഞാൻ കണ്ടത് എൻ്റെ മാതാവിനെ തന്നെയാണ്. അത് ശരിക്കും അവിടെ 2 കുഞ്ഞു കുട്ടികളുണ്ട്. ഇത് എന്താ ഈശോയും മാതാവും തന്നെയാണ്. ആ മാതാവ് മാമിലൂടെ എൻ്റെ മാതാവാണത്. ഞാൻ അതാണ് കാണുന്നത്. ആ മാമിൽ നിന്ന് തുടങ്ങി, ടിജിത മാമിൽ നിന്ന് തുടങ്ങി എൻ്റെ കൂട്ടുകാർ വരെ എത്തിയിരുന്നു. ഇന്നെൻ്റെ കൂട്ടുകാരും മാതാവാണ് ശരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മാതാവെന്ന് വെച്ചാൽ എന്നെ ഒരു മകളെപ്പോലെയാണ്. എന്ന് വെച്ചാൽ എന്നേലും പ്രായക്കുറവുള്ളൊരു എന്നൊരു കൂട്ടുകാരിയോ കൂടപ്പിറപ്പോ എല്ലാമാണ് എനിക്കെല്ലാം. എന്ന് വെച്ചാൽ നമ്മളോട് സംസാരിക്കാൻ അത്രയും പവറിലും പ്രസക്തിയുള്ള ഒരു ആള്. നമ്മളൊരു സെർവൻ്റ് അല്ല എൻ്റെ മുന്നിലിരിക്കുന്നത്, അതല്ല. പക്ഷേ അവിടെ ആ മാമു എന്നോട് പറയണ, കരയരുത്, ഒരിക്കലും കരയരുത്. എന്നെ എന്ത് പറഞ്ഞാലും ചിരിപ്പിക്കാൻ, അനിത ഒന്ന് ചിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പം മാമ എനിക്ക് എന്നാ പറഞ്ഞാൽ ചിരിക്കണ്ടേ എന്ന് ഞാൻ തിരിച്ചു വയ്ക്കുമ്പം പറയും, ചിരിക്കാനുണ്ട് അനിത, ഒരുപാട് ചിരിക്കാനുള്ളതാണ് ഈ ലോകമെന്ന് പറയും. പക്ഷെ മാമിലൂടെ ഞാൻ കണ്ടത് മാതാവിനെ തന്നെയാണ്. ഇന്ന് ഒക്ടോബർ 3-ാം തീയതി ആയപ്പോൾ 1 മാസമായി ഉടമ്പടിയുടെ. ഒക്ടോബർ 3-ാം തീയതി കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച ആയപ്പം എൻ്റെ കൂട്ടുകാർ വന്ന് വീടിൻ്റെ പ്ലാൻ തന്നു എൻ്റെ കയ്യിൽ. 2 മുറി, ഹാള്, ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ, കിച്ചൺ, ബാത്റൂം, ഇത്രയുള്ളൊരു പ്ലാൻ എൻ്റെ കയ്യിലേക്ക്, ഇതാണ് നിൻ്റെ വീടിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിത് മതി. എനിക്ക് വേണ്ടിയിരുന്നത് മഴ പെയ്താൽ ചോരാത്തൊരു വീട്, കിടന്നുറങ്ങാനൊരു കാല് നിവർത്തി, എനിക്ക് കാല് നീളത്തിൽ നമുക്കൊന്ന് കിടന്നുറങ്ങാനുള്ളൊരു സ്ഥലം, അത്രയും മതിയായിരുന്നു എനിക്ക് ഭൂമിയിൽ. പിതാവ് പറഞ്ഞിട്ടില്ലേ, പറവകൾക്കും എന്താ ബൈബിൾ, എനിക്കറിയില്ല, ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും എനിക്ക് അറിയില്ല. നമുക്ക് ഭൂമിയിൽ 6 അടി മണ്ണ് വേണമെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അത്ര ഒരു സ്ഥലം മതിയായിരുന്നു. അത്രയും ഞാൻ ഈ ഭൂമിയിൽ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിന്നേ നശിച്ചതാണ്. സ്വപ്നങ്ങളില്ല ഇപ്പോഴും. പക്ഷേ എൻ്റെ മക്കളിൽ എനിക്ക് സ്വപ്നങ്ങൾ തന്നു തുടങ്ങി, എൻ്റെ കൂട്ടുകാർ തന്നു തുടങ്ങി, ടിജിത മാം തന്നു തുടങ്ങി. ഇന്ന് ഒക്ടോബർ 20 ആ പ്ലാൻ തന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ തറക്കല്ലിടിയിൽ നടന്നു. അത് കഴിഞ്ഞ് കട്ടളപ്പോൾ ഒരാഴ്ച, ഓരോ ഞായറാഴ്ചകളും എനിക്ക് വിലപ്പെട്ടതായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഉടമ്പടി എടുത്തിട്ട് ഈ ഓരോ ഞായറാഴ്ച എനിക്ക് പണിയില്ലാതെ ഉള്ളത് ഞായറാഴ്ച ദിവസമാണ്. ആ ഞായറാഴ്ച ദിവസം എല്ലാം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. വെറുതെ ഒന്ന് ജസ്റ്റ് ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് പോകും. എനിക്ക് മാതാവിനോട് പറഞ്ഞു, എനിക്ക് സമയമില്ല മാതാവേ, എൻ്റെ മുന്നിൽ എൻ്റെ തോളിൽ വലിയ വലിയ ഭാരങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇന്ന് ഒക്ടോബർ 23-ാം തീയതി കഴിഞ്ഞു. എൻ്റെ വീടിൻ്റെ വാർക്കൽ കഴിഞ്ഞു. എൻ്റെ വീടിന് ഇനി വയറിങ്ങും പ്ലംബിങ്ങും ഫ്ലോറിങ്ങും കൂടിയേ ഉള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ശരിക്കും
ഇനി ഡിസംബർ 3-ാം തീയതി വരുമ്പോൾ എൻ്റെ ഉടമ്പടി തീരും. എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടച്ചു, എൻ്റെ കൊച്ചു പഠിക്കണം. അപ്പം എൻ്റെ കൊച്ചും വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. എൻ്റെ മോൻ ഇന്നലെ വന്നു, ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. മാതാവിൻ്റെ മുന്നിൽ എനിക്ക് കരയണമെന്ന് അറിയില്ല ഇപ്പം. എന്താണെന്ന് വെച്ചാൽ മാതാവ്, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കറിയാം മാതാവ് കുഞ്ഞ് എന്ന് വെച്ചാൽ എനിക്കൊരു മെഴുകുതിരി കത്തിച്ച് വെക്കാൻ പോലും മാതാവിൻ്റെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് മുട്ടുന്നു. ആ വീട്ടിൽ സ്ഥലമില്ലായിരുന്നു, ആ ഒറ്റമുറി വീട്ടിൽ സ്ഥലമില്ലായിരുന്നു. അതാണ് സത്യം. ആ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേ രൂപം തന്നെയാണ് എൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മാതാവ്, എൻ്റെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മാതാവ്, അപ്പം ആ മാതാവേന്ന് വിളിച്ചൊന്ന് തൊടാൻ ചെന്നപ്പോൾ മാതാവില്ല. അത് എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വിശ്വാസം എൻ്റെ മാതാവിനോട് തന്നെയാണ്. എനിക്ക് കരയാനില്ല ഇനിയൊന്നും. അതുകൊണ്ട് എനിക്ക് ഇനിയും ഉടമ്പടി എടുക്കണം. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ല, എൻ്റെ ആവശ്യങ്ങൾ മാതാവിനെ കൊണ്ട് സാധിക്കാൻ വേണ്ടിയല്ല. എനിക്കൊരു ഞായറാഴ്ചയാണേലും കിട്ടുമെങ്കിൽ ആ ഞായറാഴ്ച മാതാവിൻ്റെ അടുത്ത് വന്നൊന്ന് നന്ദി പറയാൻ. ഒരാളോട് പോലും സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അവരെന്നെ വഴക്ക് പറയുമോ എന്ന് വെച്ചാൽ എല്ലാവരുടെയും വഴക്കുകൾ കേട്ട്. പക്ഷെ മാതാവ് എനിക്ക് എല്ലാം തന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ 3 മാസം കൊണ്ട് മാതാവ് എനിക്കെല്ലാം തന്നു. പക്ഷേ എൻ്റെ കൂടപ്പുറപ്പങ്ങളില്ലാതെയായി, എൻ്റെ ബന്ധങ്ങളില്ലാതെയായി. അതുകൊണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല. സാമ്പത്തികത്തിൻ്റെ ഇതുകൊണ്ടാണ്. അവരൊക്കെ എല്ലാവരും എൻ്റെ കൂടപ്പുറപ്പങ്ങൾ പോലും എന്നിൽ നിന്ന് അകന്നു. അത് ഏറ്റവും വലിയ വേദനയായിട്ട് തന്നെ എനിക്ക് കിടക്കുകയാണ്. എന്നുവെച്ചാൽ അവരുടെ ഒപ്പം എത്താൻ എനിക്ക് ആയില്ല. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കൂടപ്പുറപ്പങ്ങളൊക്കെ എന്നേലും വലിയ ഉയരത്തിലാണ്. ആയിക്കോട്ടെ, എനിക്ക് അവർക്കൊന്നും വരുത്തരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും സമ്പത്തിൻ്റെ പേരിൽ നമ്മുടെ ഭൂമിയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, സമ്പത്തിൻ്റെ പേരിൽ ഒരിക്കലും മനുഷ്യർ ആരും ഒരാളെപ്പോലും കുറച്ച് കാണരുത്. നമ്മളെല്ലാവരും മാതാവിൻ്റെ മക്കളാണ്. മാതാവിന് മക്കൾക്ക് പിതാവും മാതാവും മക്കൾക്ക് സാധിച്ചു തരാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ലെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ ഈ മാതാവിലൂടെ മനസ്സിലായി കഴിഞ്ഞു. സഹോദരി അനിതയുടെ സാക്ഷി നമ്മൾ കേൾക്കുകയായിരുന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യമായിരുന്നു. അപ്പോൾ അവളുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കരയിച്ചിട്ടുണ്ട്, എല്ലാവരും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ട്, എൻ്റെയും കണ്ണു നിറഞ്ഞു. പക്ഷേ മകൾ പറയായിരുന്നു എനിക്ക് കരയാൻ പറ്റുന്നില്ല. ഈ ഉടമ്പടി എന്ന് പറഞ്ഞ പ്രാർത്ഥന ശരിക്കും അതൊരു പ്രാർത്ഥന മാത്രമല്ല, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട്. അത് മകൾക്ക് വലിയൊരു ആത്മധൈര്യം ഇതിലൂടെ കിട്ടിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സഹോദരി ഇവിടെ വന്നിട്ട് കരയാൻ പറ്റുന്നില്ല. സംസാരം കേട്ടിട്ട് നമ്മളെല്ലാം കരഞ്ഞു പോയി, അവരുടെ അനുഭവം കേട്ടിട്ട് നമ്മളെല്ലാം കരഞ്ഞു പോയി. പക്ഷേ മകൾക്ക് കരയാൻ പറ്റുന്നില്ല. വലിയൊരു ആത്മശക്തി, ആത്മധൈര്യം ഈ അമ്മ കൃപാസനം മാതാവ് കൊടുത്തതായിട്ട് മകൾ പറയുന്നു. ഒരു മനുഷ്യൻ ഒരു ഭൂമിയിൽ അനുഭവിക്കാവുന്നതിൻ്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും കഷ്ടതകളും എന്തെല്ലാം അനുഭവിക്കാവോ അതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് സാക്ഷിയായിട്ട്. മകൾ തന്നെ പറഞ്ഞു, എന്താ പറഞ്ഞ ഒരു വേർഡ് ഉപയോഗിച്ചായിരുന്നു, ഈ ഭൂമിയിൽ നരകം, ഈ ഭൂമിയിലുള്ള എല്ലാ നരക അവസ്ഥകളും പിന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. പിന്നെ സങ്കീർത്തനം 91-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടക്കുന്നെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ലെന്ന്. അപ്പോൾ ഈ മകളെ താങ്ങുന്ന ഒരു ശക്തി മകളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ മണ്ണിൽ കാലുകുത്തിയത് മുതൽ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവർ സാക്ഷ്യപ്പെടുത്തി. ഓരോ വ്യക്തികളിലൂടെ അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചു. പരിശുദ്ധ അമ്മയാണ് ഓരോ വ്യക്തിയിലൂടെയും പ്രവർത്തിച്ചെന്ന് മകളെ സാക്ഷ്യപ്പെടുത്തി. ഇന്ന് കരയാൻ പോലും പറ്റാത്ത മനസ്സുമായി, ധൈര്യം ഉറച്ച മനസ്സുമായി എനിക്ക് ചിരിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ സാക്ഷി. ഒരു ഉടമ്പടി എടുത്ത ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആത്മശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ്. അമ്മ കൂടെ നടന്ന് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും അനുഗ്രഹിച്ച് അവരെ ഇന്ന് ഉയർത്തി ഈ അമ്മയുടെ മുൻപിൽ ഈ അൾത്താരയിൽ നിന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും
ഇനി തുടർന്നും അനുഗ്രഹങ്ങളായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇത്രയധികം നന്മകളും കൃപകളും ചൊരിഞ്ഞ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരൻ നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ശക്തമായി കരങ്ങളടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.